ശതമാനം 4 ഫിഗറിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ആര് ജയിക്കും? ഉല്ലാസ് ജയിക്കും. എല്ലാ പ്രാവശ്യം കുന്നത്തൂർക്ക് എടുക്കുന്ന ഒരു ആക്ഷേപമാണ് കുഞ്ഞുമോൻ കോൺഗ്രസ് എന്നൊരു വിഭാഗം ഉണ്ടെന്ന്. ഈ പ്രാവശ്യം ഉണ്ടാവും അല്ല, അത് കരുനാഗപ്പള്ളി ഹോസ്പിറ്റലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം, കൊട്ടാരക്കര ഹോസ്പിറ്റലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഈ ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ വരുന്ന രോഗികൾക്ക് കിട്ടുന്ന മികച്ച ചികിത്സ, ഇവിടെ ദളിതൻ, പട്ടികജാതിക്കാരൻ, അതുപോലെ കശുവണ്ടി തൊഴിലാളികൾ, കർഷകർ, ഈ ഒരു ഗതിയുമില്ലാതാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത്, ഒരു ഗതിയുമില്ലാതെ. അപ്പോൾ അവർക്ക് ആശ്വാസകരമായ ഒരു കാര്യം കൊടുക്കുവാൻ, ഒരു ചികിത്സ കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നില്ല. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 35 വർഷമായിട്ട് MP എന്ത് ചെയ്യുന്നു? കുന്നത്തൂരിലെ വികസനത്തെ കുറിച്ച് MLA പറഞ്ഞതിനകത്ത് പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പ്രധാനമായി MLA പറഞ്ഞതിനകത്തുള്ള നിങ്ങളുമായിട്ടുള്ള അഭിമുഖത്തിൽ ഞാൻ കേട്ട കാര്യം 75 കോടി രൂപ ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. സ്ഥലമില്ലാത്തതിന്റെ പേരിലാണ് കിഫ്ബി പൈസ നേരത്തെ അനുവദിക്കാത്തതെന്നാണ്. MLA ആദ്യ കാലഘട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ 50 കോടി രൂപ ഹോസ്പിറ്റലിന് വേണ്ടി അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്ഥലമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം 2 വർഷമായി 80 സെന്റ് സ്ഥലം ശാസ്താംകോട്ട റവന്യൂവിന്റെ അധികാരത്തിലുള്ള സ്ഥലം ഈ റവന്യൂവിന്റെ ഉടമസ്ഥാവകാശം നിർത്തിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ വികസനത്തിന് വേണ്ടി വിട്ടു തന്നിട്ടുള്ളത് 2 വർഷമായി. പക്ഷെ അതിനുശേഷം 2 ബഡ്ജറ്റ് കഴിഞ്ഞു. ആ 2 ബഡ്ജറ്റിൽ പോലും ഒരു പൈസയുടെ ഒരു പ്രഖ്യാപനമോ ബാക്കിയുള്ള കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ കിഫ്ബിയുടെ ഭാഗത്തുനിന്ന് 75 കോടി എന്നതിനപ്പുറത്തേക്ക് 7.5 രൂപ പോലും അനുവദിച്ചില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതോടൊപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഈ മേഖലയിലെ കെട്ടിടം, ഈ കെട്ടിടത്തിന്റെ ഈ നിർമ്മാണ പ്രവർത്തനം നിലച്ച് ഇപ്പോൾ കടന്നിട്ട് 1 വർഷത്തിലേറെയായി. അതിന് പ്രധാനപ്പെട്ട സൂത്രധാരനും ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ അനിശ്ചിതമായി കിടക്കാൻ കാരണം MLA ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം 2016 നവംബറിലാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മെറ്റേണിറ്റി ബ്ലോക്കിന് തുക അനുവദിക്കുന്നത്. അല്ല, ഇത് നമ്മുടെ ബ്ലോക്കിന്റെ കീഴിലുള്ളതാണ് ഹോസ്പിറ്റൽ. ബ്ലോക്കിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ എന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തുടർച്ചയായി 3-ാം തവണ LDF ഭരിക്കുന്ന 2-ാം തവണ LDF ഭരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തും ഈ പറയപ്പെട്ട ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ഗവൺമെന്റ് തുടർച്ചയായി ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, MLA 25 വർഷമായിട്ട് ഇടതുപക്ഷമാണ്. അങ്ങനെ MLAക്ക് ഒഴിയാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടെ തുക വകയിരുത്തേണ്ടത് ആരാണ്? MLA ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിന് 3.5 കോടി രൂപ 3 നില കെട്ടിടത്തിന് 2016 നവംബറിൽ പൈസ നിക്ഷേപിച്ചു PWDയിൽ. PWD നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. PWD നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി അന്ന് കല്ലിട്ട് ശൈലജ ടീച്ചർ പോയതാണ്. പിന്നീട് ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് 2024 2024 പദ്ധതി പ്രകാരം 6 നില കെട്ടിടയ്ക്ക് NHM നിന്നുള്ള തുക 6 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതിന്റെ പേരിൽ 9 കോടി 35 ലക്ഷം രൂപയുടെ മൊത്തത്തിൽ 9 കോടി 50 ലക്ഷം രൂപയുടെ മൊത്തത്തിലുള്ള തുകയ്ക്കാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ ഇവിടെ ഇത് PWD ആണ് ഇതിന്റെ ഈ സെറ്റ് ഔട്ട് ചെയ്തത്. ഇതിന്റെ ആരോഗ്യ വകുപ്പിൻ്റെതാണ് ഈ പറയപ്പെട്ട സ്ഥലം, ബ്ലോക്ക് പഞ്ചായത്താണ് മോണിറ്ററിങ്. ഇതൊക്കെ പറയപ്പെടുമ്പോൾ ഇവരെ ഒരുമിച്ചിരുത്തി ഇത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സിസ്റ്റമാണ്. ആരാണ് സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്? MLA ആണ്. ഇവിടെ നമുക്കറിയാം 3 നില കെട്ടിടം 6 നില കെട്ടിടത്തിന് വേണ്ടി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. ഇതിന്റെ ദൂരപരിധിയോ ബാക്കിയുള്ള കാര്യങ്ങളോ നോക്കേണ്ടതും ഇതിന്റെ ആദ്യഘട്ടം എന്നുള്ള തരത്തിൽ ഫയർ NOC വാങ്ങേണ്ടതും ഈ PWD ഉത്തരവാദിത്വമായിരുന്നു. PWD അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, 6 നില കെട്ടിടത്തിന് വേണ്ടി 1.5 കോടി രൂപയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭൂമിക്കടിയിൽ 6 നില കെട്ടിടത്തിന് വേണ്ടി 1.5 കോടി രൂപയാണ് കുഴിച്ചിട്ടേക്കുന്നത്. പിന്നീട് ശേഷമാണ് ലോക്കൽ പെർമിറ്റ് മേടിക്കാൻ വേണ്ടി പഞ്ചായത്തിന്റെ പെർമിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇതിന് വേണ്ടത്ര ദൂരപരിധി ഇല്ല എന്ന് മനസ്സിലാക്കുകയും അത് 3 നില കെട്ടിടമായി ചുരുക്കപ്പെടുന്നു. 3 നില കെട്ടിടമായി ചുരുക്കപ്പെടുമ്പോൾ അതിനും വീണ്ടും തുക വേണം എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ MP ഉൾപ്പെടെ ബന്ധപ്പെട്ടിട്ട് 6 കോടി കൂടാതെ 3 കോടി 35 ലക്ഷം രൂപ കൂടി 9 കോടി 35 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ഈ മാർച്ചിന് മുമ്പ് നിർമ്മാണ പ്രവർത്തനം 2-ാം ഘട്ടം തുടങ്ങണമെന്നായിരുന്നു വ്യവസ്ഥ. പക്ഷെ അതെന്താകും? ഇനിയുള്ള സ്ഥിതി അനിശ്ചിതത്വത്തിലാണ്. ഇവിടെ ഈ ബന്ധവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം ഹോസ്പിറ്റലിന് 1 ഏക്കർ സ്ഥലമാണ്. നിലവിൽ 91 സെന്റ് സ്ഥലമാണുള്ളത്. പക്ഷേ ഈ പ്ലാനിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയിരുന്നെങ്കിൽ തീർച്ചയായും ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാമായിരുന്നു. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ MLA ആണ് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത് പറയപ്പെടുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ ശോച്യമായ ഈ അവസ്ഥ നമുക്കറിയാം. 3000-ഓളം പേരാണ് ദൈനംദിനം ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ICU ഇല്ല, കാർഡിയാക് പേഷ്യന്റ് കൊണ്ടുവന്ന് അതിനുള്ള സംവിധാനമില്ല, ഈ മെറ്റേണിറ്റി ബ്ലോക്ക് ഇല്ല. കുന്നത്തൂർ താലൂക്ക് ഇവിടെ ശരാശരി ഒരു മാസത്തെ ഡെലിവറി എന്ന് പറയപ്പെടുന്നത് 3-4 പേരാണ്. തൊട്ടടുത്ത ഇവിടുത്തെ കുന്നത്തൂരിലെ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാരും പ്രസവിക്കാത്തതിന്റെ പേരില്ല. പക്ഷേ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ഡെലിവറി നടത്താനുള്ള യാതൊരു സാഹചര്യവുമില്ല. ഇത് 2016 അനുവദിച്ചിട്ടും ഈ തരത്തിൽ ഒരു ഭാർഗവി നിലയമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. MLA ആയിട്ടായാലും LDF ആയിട്ടായാലും ഞാൻ ഡിബേറ്റിന് തയ്യാറാണ്.
ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എത്ര പ്രാവശ്യം സമരങ്ങളോ മറ്റു നിരവധി പ്രതിഷേധങ്ങളോ തവണ നടത്തി? നിരവധി തവണ ഇപ്പൊ UDYF സമരം നടത്തി, ഇതിന് നടത്തിയതിനു ശേഷം UDYF സമരം നടത്തി, അതുകൂടാതെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തി, കോൺഗ്രസ് സമരം നടത്തി. നിരവധിയായ തവണ ഞങ്ങൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിലും താലൂക്ക് വികസന സമിതി മെമ്പറാണ്, ഞാൻ പാർട്ടിയുടെ മെമ്പറാണ്. നിങ്ങൾക്ക് അവിടുത്തെ മിനിറ്റ്സ് പരിശോധിക്കപ്പെടാൻ പറ്റും. നിരന്തരമായി ഇതിനകത്ത് നമ്മൾ ഇടപെടുന്നു. അതിലൊക്കെ അപ്പുറത്തേക്ക് ഭീകരത. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിക്ക് താലൂക്ക് ആസ്ഥാന ആശുപത്രി എന്നുള്ള സ്റ്റാഫ് പാറ്റേൺ ഇല്ല. നമുക്കറിയാം 3 മാസത്തിന് മുമ്പ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ 139 ഇടത്തും ഡോക്ടർമാരെ നിയമിച്ചു, പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിച്ചു, ഇന്ന് വേണ്ട ഓഫീസ് സ്റ്റാഫിനെ നിയമിച്ചു. പക്ഷെ കുന്നത്തൂർ അസംബ്ലി എന്ന് പറയപ്പെടുന്ന താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് ഒരു സ്റ്റാഫിനെ പോലും വെക്കുവാൻ, ഒരാളെ പോലും വെക്കുവാൻ സാധിച്ചിട്ടില്ല. അതാണ് ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം. പിന്നീടുള്ള പ്രശ്നം നമ്മുടെ താലൂക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. താലൂക്ക് ഓഫീസ് അറിയാം, 2000-കളിലാണ് താലൂക്ക് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത്. 26 വർഷമായി. ആ 26 വർഷമായിട്ട് 3 നില കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല. 20 വർഷം വേണ്ടി വന്നു അതിന്റെ 2ാം നില പൂർത്തീകരിക്കാൻ. നമുക്കറിയാം 3 മാസത്തിന് മുമ്പ്, 3-4 മാസത്തിന് മുമ്പാണ് ബാക്കിയുള്ള മേഖലയിലെ ഒരു താലൂക്ക് ഓഫീസ് എന്ന് പറയപ്പെടുന്നത്, ഒരു മിനി ടവർ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ താലൂക്ക് ആസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഓഫീസുകളും അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ താലൂക്ക് ഓഫീസും PWD ഓഫീസും സിവിൽ സപ്ലൈസും അല്ലാതെ മുകളിലത്തെ നിലയിലേക്കൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. 3-4 മാസത്തിന് മുമ്പ് അത് പ്രവർത്തനം മറ്റു ഓഫീസുകൾ കുറച്ച് അങ്ങോട്ട് വന്നു. അവരെ സ്വീകരിച്ചത് ഈ മുകളിൽ നിന്നും പാളികൾ ഇളകി ഉദ്യോഗസ്ഥരുടെ തലയിൽ വീഴുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. പല ഓഫീസുകളും അങ്ങോട്ട് വരാൻ മടിച്ചു. അതിനുശേഷം ഷീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കിടക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇവിടെ എക്സൈസ് കോംപ്ലക്സിന്റെ പണി നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. നമ്മൾ മനസ്സിലാക്കണം, ശാസ്താംകോട്ട DYSP ഓഫീസ് ഇവിടെ നിന്ന് ഒരു കെട്ടിടം നിർമ്മിക്കാത്തതിന്റെ പേരിൽ ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ള ചർച്ച ഇന്നും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ മേഖലയിൽ നമുക്കറിയാമല്ലോ, ഒരു സെക്ഷൻ ഓഫീസിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് 6000 മുതൽ 12000 രൂപ വരെയാണ് കണക്ഷൻ, ലൈവായിട്ട് പോകുന്ന കണക്ഷൻ. അതിന് ഒരു AE, അതിന് സബ് എഞ്ചിനീയർ, അതിന് ഓവർസീറർമാർ, അതിന് ലൈമന്മാരുള്ള 30 സ്റ്റാഫാണ്. കുന്നത്തൂരിലെ അവസ്ഥ, ശാസ്താംകോട്ട സെക്ഷൻ ഓഫീസിന്റെ KSCBയുടെ അവസ്ഥ എന്താ? സെഷൻ ഓഫീസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് 35,000-ത്തിലധികം കണക്ഷൻ ഉണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട സെക്ഷൻ സ്പ്ലിറ്റ് ചെയ്യണം എന്ന അവകാശത്തിൽ 2010-ലാണ് ശ്രീ VS അച്യുതാനന്ദൻ നമ്മുടെ കാരാളിമുക്ക് കേന്ദ്രീകരിച്ച് ഒരു സെഷൻ ഓഫീസ് തുടങ്ങണം. അവിടെ 3-4 സ്റ്റാഫുള്ള ഒരു ഓഫീസ് താൽക്കാലികം പ്രവർത്തിച്ചിരുന്നു. ഇന്ന് ആ ഓഫീസ് അവിടെ ആ ഓഫീസ് ഇല്ലെന്നല്ല, സ്റ്റാഫുകളെ മൊത്തത്തിൽ പിൻവലിച്ചുകൊണ്ട് ആ സ്വപ്നം തന്നെ തല്ലിക്കെടുത്തു. നമുക്ക് ഒരു സബ്സ്റ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അനുവദിച്ചു കോവൂര്. അതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, ഭൂമി ഏറ്റെടുക്കൽ ബന്ധവുമായി ബന്ധപ്പെട്ട് LDF-ൽ ഉണ്ടായ ആശയക്കുഴപ്പം, അത് അന്തരീക്ഷം എനിക്ക് വ്യക്തമായി തെളിവുകളില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് LDF-ലെ വസ്തു ഏറ്റെടുക്കുമായി അത് ഭൂഭാഗിയുമായിട്ടുള്ള തർക്കങ്ങളിലാണ് അത് അവസാനം തേവലയ്ക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് കുന്നത്തൂരുകാർക്ക് ഒരു മഴ കണ്ടാൽ അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ 55 കിലോമീറ്റർ സ്ക്വയറിലാണ് ഇതിന്റെ വ്യാപ്തി. നമുക്ക് കറണ്ട് ഇല്ലാത്ത ദിവസങ്ങളോളം പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. KSRTC നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. KSRTC അവസ്ഥ നമുക്കറിയാം. ഇന്ന് കുന്നത്തൂർ താലൂക്കിലേക്ക് KSRTC ഡിപ്പോ അത് അവസാനിച്ചു എന്ന് മാത്രമല്ല, 26-ലധികം KSRTC സർവീസുകൾ ഇന്ന് കുന്നത്തൂരിലേക്കില്ല. തടാക സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ കണക്കുകൾ പറയുമ്പോൾ, കോടികളുടെ കണക്ക് എന്ത് പ്രവർത്തനമാണ് ബഡ്ജറ്റ് പ്രൊവിഷനുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്ന് MLA പറയണ്ടേ? ഗതാഗതത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇന്ന് കുന്നത്തൂർ താലൂക്കിൽ പ്രതിദിനം 10,000-ഓളം പേർ വന്നു പോകുന്ന നമ്മുടെ പല വഴികൾ, റെയിൽവേ സ്റ്റേഷൻ, അത് ആഞ്ഞിലിമൂട് പൈപ്പ് റോഡ് വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി, കാരാളിമുക്ക് വരുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് വഴി, കുറ്റിമുക്കിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരെ കോടികൾ അനുവദിച്ചു എന്ന് പറയപ്പെടുന്നതല്ലാതെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 25 വർഷക്കാലമായി ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കാതെ പോകുന്നത്? അതിന് കുഞ്ഞുമോൻ പറയുന്നത് ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പോലും കുന്നത്തൂർ താലൂക്കിൽ ഇല്ല എന്നാണ്. അല്ല, കുന്നത്തൂർ താലൂക്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വരിക. ഞാനിപ്പോൾ താങ്കൾ വിളിച്ചപ്പോൾ 5 മിനിറ്റ് താമസിച്ചത് എന്താ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ഭാര്യയെ കൊണ്ടുവിട്ടു. ഞാൻ പ്രതിദിനം റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ആളുകളാണ്. നമുക്ക് എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആഞ്ഞിലിമൂട് പൈപ്പ് റോഡ് തുടങ്ങുന്നിടത്ത് നിന്നും, അല്ലെങ്കിൽ ശാസ്താംകോട്ട വാട്ടർ അതോറിറ്റിയുടെ റെയിൽവേ സ്റ്റേഷൻ റോഡ് പൈപ്പ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പാത നമുക്ക് പരിശോധിക്കപ്പെടാം. കുണ്ടും കുഴിയാണോ അഗാധ ഗർത്തമാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ കാരാളിമുക്ക് റെയിൽവേ മേൽപ്പാലം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡ് നമുക്ക് പരിശോധിക്കാം. കുറ്റിമുക്ക് മുതൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡ് പരിശോധിക്കാം. കുണ്ടും കുഴിയും അഗാധകൃതം. ഇന്ന് ബൈക്ക് യാത്രക്കാർ വൈകിട്ട് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ അങ്ങാടി കടകളിൽ നിന്നോ അല്ലെങ്കിൽ ആയുർവേദ കടകളിൽ മുക്കൂട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന നടുവിനിടാൻ അത്ര വളരെ ശോച്യമായ അവസ്ഥയാണ് നടക്കപ്പെടുന്നത്. റോഡുകളുടെ നീളം നോക്കിയല്ല ഒരു നാടിന്റെ വികസന പ്രവർത്തനം അളക്കേണ്ടത്. മറിച്ച് ആ നാട്ടിലെ അവർക്ക് കുടിവെള്ളം ലഭ്യമാണോ, അവിടെ മെച്ചപ്പെട്ട ചികിത്സ MLA പറയുന്ന 1010 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. 10 വർഷത്തെയാണ് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം അത് നിരത്തട്ടെ. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടി 2011-16 സാമ്പത്തിക വർഷം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതുവരെ 2 കോടി രൂപയായിരുന്നു പ്രാദേശിക വികസന ഫണ്ടിന് MLAക്ക് ഉണ്ടായിരുന്നു.
പക്ഷേ അദ്ദേഹം വന്നത് 5 കോടി രൂപയെ ആസ്തി വികസനോട് കൊടുത്തിട്ട് 7 കോടി രൂപ അനുവദിക്കപ്പെട്ടു. 7 കോടി ആകുമ്പോൾ 10 വർഷത്തേക്ക് 70 കോടി രൂപ അത് തന്നെയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെട്ടാൽ തന്നെ ഒരു പോസ്റ്റ്മാന്റെ ജോലി പോലും MLA ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കരുനാഗപ്പള്ളി പരിശോധിക്കപ്പെടുക. അതുപോലെ അത് MLA മറ്റു കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ LDF മറുപടി പറയണ്ടേ? LDF മറുപടി പറയണം. നമുക്കറിയാം ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ള ഭരണിക്കാവിലെ അത് വിവാദമായ ചർച്ചകൾ നടക്കപ്പെടുന്ന കാര്യം. ശാസ്താംകോട്ടയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ അവിടെ റോഡ് നവീകരണം നടക്കും. ഈ കിഫ്ബിയുടെ വർക്ക് നടന്നിട്ട് 7 വർഷമായി. 7 വർഷമാകുന്നു. ആ 7 വർഷമായിട്ട് ഇപ്പോഴാണ് BMBC വർക്ക് എന്നുള്ള രീതിയിൽ BC വർക്ക് നടക്കപ്പെടുന്നത്. അതിന്റെ സൈഡ് ഐറിഷ് ചെയ്യുന്നു ടൈലിട്ട്. നമുക്കൊരു 4 ടൈഡ് കൂടി ഇട്ടാൽ സ്വാഭാവികമായിട്ടും ആ ജംഗ്ഷൻ മനോഹരമാക്കാൻ പറ്റും. അവിടെ 2 സൈഡ് ഓടയുണ്ട്. ആ ഓട വരെ ഇതെത്താൻ പറ്റും. അവിടെ വലിയ അഗാധമായ കുഴിയായിട്ട് കിടക്കുന്നു. ഇത് താലൂക്ക് ആസ്ഥാനമല്ലേ? ഈ സിറ്റി ഒന്ന് മനോഹരമാക്കണ്ടേ? ഇത് 4 ടൈൽ അത് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ എന്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ അതിനെടുക്കാൻ പറ്റിയില്ല? ആ റോഡിന് ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പൊ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത് റോഡിലാണ്. അപ്പോൾ ഇതിന്റെ ഈ വ്യത്യാസങ്ങൾ നമുക്ക് അത് ഒരു ദീർഘവീക്ഷണ കാഴ്ചപ്പാടില്ല, വികസനത്തിന് തന്ത്രങ്ങളില്ല. നമുക്ക് ഈ നാട് ഇത് ഇന്ന് പോയാൽ മതിയോ എന്നുള്ള പ്രശ്നമാണ്. നമുക്കറിയാമല്ലോ, ഗതാഗതവുമായി ബന്ധപ്പെട്ട് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം, എന്തുകൊണ്ടാണ് നമ്മുടെ പെരുമൺ പാലത്തിന്റെ പണി പൂർത്തീകരിക്കാത്തത്? ഇങ്ങോട്ട് വരുമ്പോൾ മൺട്രോത്തുരുത്തും നമ്മുടെ കുന്നത്തൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന് നിർമ്മാണത്തിന് എന്താണ് തടസ്സം? എത്രയോ വർഷങ്ങളായി കിടക്കുന്നു. അങ്ങനെ കുന്നത്തൂരിലെ വിവിധ മേഖലയിലെ അതിരൂക്ഷമായ രീതി ഗതാഗത സൗകര്യങ്ങളില്ല. കുടിവെള്ളം അതിരൂക്ഷമാണ്. ശാസ്താംകോട്ടക്കാർ ഈ പറയപ്പെട്ട കുടിവെള്ളത്തിന് കുന്നത്തൂരിന് മാത്രമായി സമഗ്രമായ ഒരു പദ്ധതി നടപ്പിലാക്കാത്തത്. ഇവിടെ കരുനാഗപ്പള്ളിക്ക് സമഗ്രമായ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നു. ശാസ്താംകോട്ട കായലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കൊല്ലത്തേക്ക് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കപ്പെടപ്പെടുന്നു. അപ്പോൾ കുന്നത്തൂർക്കാർക്ക് ഇതൊന്നും വേണ്ട. കുന്നത്തൂരുകാർ എന്നും കഞ്ഞി കുമ്പിളി കുടിച്ചാൽ മതി എന്നുള്ള അത് എന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രധാന LDF ഒരു പ്രശ്നം. ഇവിടെ തുടർച്ചയായി LDF ജയിക്കും. മാറ്റം വേണ്ട. ഇതിങ്ങനെ പോയാലും ഞങ്ങൾ ജയിക്കും എന്നുള്ള അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, 35 വർഷമായിട്ട് MP എന്ത് ചെയ്യുന്നു എന്നുള്ളത്. 35 വർഷം എന്ന് പറയപ്പെടുന്ന ചോദ്യം പോലും അപ്രസക്തമല്ലേ? അദ്ദേഹം ഒരു പ്രാവശ്യം കേന്ദ്ര സഹമന്ത്രി കൂടിയായിരുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹം 35 വർഷക്കാലം എന്ന് പറയാൻ അപ്രസക്തമല്ലേ? കാരണം കുന്നത്തൂരിൽ മത്സരിച്ച് 3 തവണയുള്ളൂ. 15 വർഷക്കാലമാണ്. അടൂർ മത്സരിച്ച് കുന്നത്തൂരൊക്കെ എന്താ പ്രശ്നം? അദ്ദേഹം 5 വർഷക്കാലമാണ് അദ്ദേഹം കുന്നത്തൂർ മത്സരിച്ചതിന് ശേഷം ഭരണപക്ഷത്തുള്ളത്. അദ്ദേഹം പ്രതിപക്ഷ ഇതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആശുപത്രിക്ക് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9,35,00,000 രൂപ NHMന്റെ ആണ്. ഒരു MP എന്നുള്ള രീതിയിൽ ഇടപെടലിൽ നടക്കാൻ പറ്റുമോ? കുന്നത്തൂരുമായി ബന്ധപ്പെട്ട് പോരുവഴിയിലടക്കം പടിഞ്ഞാറക്കല്ലടക്കമുള്ള ഈ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് എത്രയോ ലക്ഷം രൂപ NHM വഴി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട നമുക്കറിയാമല്ലോ, റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാഫിന്റെ ആകപ്പാട് ജോലി ഒരു കയ്യിൽ പച്ചക്കുടിയും ഒരു കൈ ചുവപ്പുടിയുമായിരുന്നു. എന്നാൽ ഇന്ന് എത്ര ട്രെയിനുകളാണ് അവിടെ നിർത്തി യാത്രക്കാർ പോകുന്നു. ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഈ ഹോസ്പിറ്റലിൽ തന്നെ നമുക്കറിയാം, ഇവിടുത്തെ വെന്റിലേറ്റർ സൗകര്യം ഇവിടെ കൊടുത്തതാണ്. 2 വെന്റിലേറ്റർ. അവസാനം ഓഡിറ്റ് ചെയ്യാൻ ഒബ്ജക്ഷൻ പറഞ്ഞപ്പോഴാണ് ഇവിടുന്ന് എടുത്ത് കൊട്ടാരക്കരയ്ക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായത്. കാര്യം ICU ഇല്ല. ICUവിന് ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെയില്ല. ഇവിടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള കുന്നത്തൂർ താലൂക്കിൽ കോവിഡ് സമയത്ത് 7 ആംബുലൻസാണ് താലൂക്കിന്റെ വിവിധ മേഖലകളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ റോഡുകളുടെ കാര്യത്തിൽ നമുക്ക് കാര്യങ്ങൾ, ഐമാസ് ലൈറ്റുകളുടെ കാര്യത്തിൽ ഒക്കെ, നമ്മുടെ ITIയുടെ കാര്യത്തിൽ പോരുവഴിയുടെ ഇവിടെ ചിലർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ശ്രമഫലമായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ MP എന്നുള്ള തരത്തിൽ MPക്ക് പ്രാദേശിക വികസന ഫണ്ട് എത്ര? 5 കോടി രൂപ മാത്രമേ ഉള്ളൂ. അത് എത്ര പഞ്ചായത്തിനാ? 79 പഞ്ചായത്ത് മാവേലിക്കരയിലുണ്ട്. അതിവിശാലമായ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് മാവേലിക്കര. എന്നിട്ട് പോലും ഒരു MP എന്നുള്ള അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുലനം ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള MLAമാരോട്ട് തുലനം ചെയ്യുക. പുതിയ MLAമാർ, ബാക്കി ഇദ്ദേഹം വളരെ സീനിയറായ MLA അല്ലേ? ഇദ്ദേഹത്തെ നിയന്ത്രിക്കപ്പെടുന്നത് LDF അല്ലേ? LDFനെ നിയന്ത്രിക്കുന്ന CPMനല്ലേ? CPMന് ഒരു കാഴ്ചപ്പാട് വേണ്ടി നമ്മുടെ താലൂക്കിൽ ഏതൊക്കെ തരത്തിലാണ് വികസനം വേണ്ടതെന്ന്. ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? ഇലക്ഷൻ 100% UDF വലിയ നമ്മൾ സർവേകളുടെ പുറകിൽ പോകുന്നില്ല. പക്ഷേ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ പറയപ്പെട്ട അവസ്ഥയാണ്. വളരെ വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഉല്ലാസ് കൂർ മുമ്പോട്ട് പോകുന്നത്. വളരെ സാമ്പത്തികമായി പ്രചരണത്തിന് ബാക്കിയുള്ള കാര്യത്തിൽ ഞങ്ങളുടെ സമ്പത്തില്ല. ഞങ്ങൾക്ക് സമ്പത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പോസ്റ്റർ ഞങ്ങൾ ഒരെണ്ണം ഒട്ടിക്കുമ്പോൾ 50 പോസ്റ്റർ അപ്പോൾ ഒട്ടുന്നുണ്ട്. അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. വീടുകളിലാണ് ഒട്ടിരിക്കുന്നത്. വീടുകളിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി, അന്നത് ഗവൺമെന്റുകൾക്കെതിരെയുള്ള വികാരങ്ങൾ, നിത്യോപ സാധനങ്ങളുടെ വിലക്കയറ്റമൊക്കെ അത് രൂക്ഷമാണ്. നിങ്ങളത് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഒന്നിൻ്റെ ഐറ്റവും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മണിക്കൂറുകൾ എടുക്കേണ്ടി വരും. നിത്യോപ സാധനങ്ങളുടെ വിലക്കയറ്റം അതിരൂക്ഷമാണ്. അരി കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കൂടിയത് 10 രൂപയാണ്. ഇന്ന് 1 കിലോ അരിയുടെ വില 50 രൂപയാണ്.
പഞ്ചസാര വില ഈ പറയപ്പെട്ട 48 രൂപയാണ്. ഉഴുന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പിന്നെ ഇപ്പം എന്താ പറയുന്നത്, ഈ ദോശയോ അതെല്ലാം അങ്ങനെ ഇഡ്ഡലിയോ എടുക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് ഒരുപാട് നാളുകളായി. കാര്യം ഉഴുന്നിന്റെ വില 150-160 രൂപയാണ്. അടുക്കളയിൽ നിന്ന് നീറിപ്പുകയാണ്. എല്ലാ പ്രാവശ്യം കുന്നത്തൂർക്ക് എടുക്കുന്ന ഒരു ആക്ഷേപമാണ് കുഞ്ഞുമോൻ കോൺഗ്രസ് എന്നൊരു വിഭാഗം ഉണ്ടെന്ന്. ഈ പ്രാവശ്യം ഉണ്ടാവും? അല്ല, അത് വെറുതെ പറയുന്ന ചില ആക്ഷേപങ്ങളാണ്. കാരണം എന്ന് പറയപ്പെടുന്നത് അത് ഈ പിന്നെ LDFകാർക്കുള്ള ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം. ഇത് LDF കുന്നത്തൂർ എന്ന് പറയുന്നത് LDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അത് നമുക്കറിയാം. ചരിത്രങ്ങൾ ഈ കുഞ്ഞുമോൻ വരുന്നതിന് മുമ്പായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും. പക്ഷെ കഴിഞ്ഞ തവണ മത്സരിച്ച് നമ്മൾ മനസ്സിലായി 1350 വോട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജയിക്കും, UDF ജയിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ അതിനു മുമ്പ് ഉല്ലാസ് മത്സരിക്കുമ്പോൾ 21,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അപ്പോൾ ഉല്ലാസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ഈ നാട്ടുകാരുമായിട്ടുള്ള അടുപ്പവും സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും അദ്ദേഹത്തിന് ഗുണകരമാകുന്നുണ്ട്. കൂടാതെ ഈ പറയപ്പെട്ട 25 വർഷക്കാലം, 2.5 പതിറ്റാണ്ട്, 1/4 നൂറ്റാണ്ട് ഒരു മനുഷ്യായുസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവല്ല. അതിനനുസരിച്ച് എനിക്കുണ്ടായ മാറ്റങ്ങൾ ഇദ്ദേഹം അറിയാം. ഞാൻ ഡൈയുടെ വലിപ്പത്തിലാണ് ഇരിക്കുന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വന്ന ആളാണ് MLA. എനിക്ക് 21 വയസ്സുള്ള ഇപ്പം മകനുണ്ട്, 18 വയസ്സുള്ള മകളുണ്ട്. ഞാൻ എൻ്റെ നെറ്റികൾ ചുളിഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? എനിക്ക് പ്രായം ഇതനുസരിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷെ കുന്നത്തൂരിന് അതിനനുസരിച്ചുള്ള മാറ്റം എന്താ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഇടതുപക്ഷമായാലും MLA ആയാലും ഓപ്പൺ ഡിബേറ്റിന് തയ്യാറുണ്ടോ? നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ഞാൻ തയ്യാറാണ്. ആരൊക്കെ തമ്മിലാണ് മത്സരം? ഇവിടെ മത്സരം സ്വാഭാവികമായിട്ട് LDFും UDFും തമ്മിലാണ് മത്സരം. അതിന് വലിയ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. LDF UDF തമ്മിൽ തന്നെയാണ് മത്സരം, മാറ്റമില്ല കാര്യത്തിൽ. ഈ പ്രാവശ്യം എത്ര ശതമാനം വോട്ടിന്റെ വർധനമാണ്? എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കാണും? ഞങ്ങൾ അങ്ങ് ആ കണക്കിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. കാരണം ഇപ്പം പ്രചരണ ഭാഗങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഒരു 3ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആത്മവിശ്വാസം ഇല്ലായ്മയാണോ? അല്ല, ഒരിക്കലുമല്ല. ഞാൻ 100% പറയുന്നു. ഏറ്റവും അത് ആ കൗണ്ടിലേക്ക് പോകുന്നത് നമ്മൾ ഈ പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള രീതിക്ക് പറയാം. പക്ഷെ 100% 4 ഫിഗറിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ആര് ജയിക്കും? ഉല്ലാസ് ജയിക്കും. അതിനപ്പുറത്തേക്ക് പോയാൽ, കഴിഞ്ഞ പ്രാവശ്യം CR മഹേഷ് ജയിച്ചതുപോലെ പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. പരാജയം എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യപ്പെടുകയേ വേണ്ട. കാര്യം സാധാരണക്കാരൻ, ഞാനിപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നു, ഈ ഹോസ്പിറ്റലിൽ വന്ന സാധാരണക്കാരൻ ഇത് കൗതുകത്തോടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തോട് വന്ന് കേൾക്കുന്നത് എന്താ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ കളവുണ്ട് അങ്ങനല്ല എന്ന് അവർ പറയാത്ത എന്താ? ഞങ്ങളുടെ പാർട്ടിക്കാരോ ബാക്കിയുള്ളവരൊന്നും അല്ലല്ലോ. പക്ഷെ ഈ പറയുന്ന യാഥാർത്ഥ്യം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ കുന്നത്തൂരിലെ കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. കുന്നത്തൂരിലെ കാര്യങ്ങൾ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല നോക്ക്. ഏതെങ്കിലും ഒരു ടെക്നിക്കൽ സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെയുണ്ടോ? ഇദ്ദേഹം പറയാം IHRD കോളേജ് എവിടെയുണ്ട്? കരുനാഗപ്പള്ളിയുണ്ട്. IHRD കോളേജ് എവിടെയുണ്ട്? അടൂരുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊട്ടാരക്കരയുണ്ട്. എന്തുകൊണ്ടാണ് കുന്നത്തൂരിൽ ഇത് അന്യമാകുന്നത്? ഒരു പോളിടെക്നിക്ക് എന്തുകൊണ്ടില്ല? അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ വന്നാൽ ഏതെങ്കിലും ഒരു ചെറിയ തൊഴിൽ സംരംഭം തുടങ്ങാൻ 25 വർഷക്കാലം സാധിച്ചില്ല. ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് നിരവധി തവണ ആവർത്തിക്കപ്പെടുന്ന വികസനമാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് വെയർഹൗസ് അവിടെ രാജഗിരി പണിയുന്നു, 10 വർഷത്തിന് മേളായി. 2016 അനുവദിച്ച ഇത് 10 വർഷത്തോളാകുന്നു. താലൂക്ക് ഓഫീസ് 25 വർഷങ്ങളാണ്. അന്നേരം ഈ 25 വർഷവും 15 വർഷവും എല്ലാം പറഞ്ഞ് തന്നെയും പിന്നെ ഇത് തന്നെയാണ്. ഇതിന്റെ കോടികളുടെ കണക്കുകളാണ് പറയുന്നത്. പക്ഷെ വസ്തുതയില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? വസ്തുതയില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? ഇവിടുത്തെ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അവർക്കൊരു ജോലിയുടെ കാര്യത്തിൽ, ഈ വാഹന ഗതാഗതത്തിന്, ഞങ്ങളിപ്പോൾ തന്നെ പല വീടുകളിലേക്കും ചെന്നു ഈ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടി പറയുന്നു. ഗ്യാരണ്ടി പറയുമ്പോൾ KSRTC സൗജന്യ യാത്രയാണ് വനിതകൾക്കെന്ന് പറയപ്പെടുമ്പോൾ ഞങ്ങളും കുഞ്ഞെ എത്ര മണിക്കൂർ റോഡിൽ കാത്തിരിക്കണം? ഇവിടെ KSRTC വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് ഉത്തരവില്ല. ഞങ്ങൾ പറയുന്നത് ഗവൺമെന്റ് മാറി വന്നാൽ, ഉല്ലാസ് വന്നു കഴിഞ്ഞാൽ പഴയ സർവീസുകൾ പ്രസ്താവിക്കുമെന്നുള്ളതാണ്. കാരണം 26-ലധികം ഉല്ലാസ് ജയിച്ച ഒരു മന്ത്രിയാവും. അതിനെപ്പറ്റിയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആരാണ്? കാരണം RSPയിലെ ഷിബു ബേബി ജോൺ ജയിക്കുന്നു, ഉല്ലാസ് ജയിക്കുന്നു. അപ്പൊ അവസാനം പറയുന്നത് വിഷ്ണു പോലും ജയിക്കുമെന്നാണ്. അപ്പൊ അന്നേരം അവരെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും സീനിയറായ അവരുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഷിബു ബേബി ജോൺ ഒക്കെ മത്സരിക്കപ്പെടുമ്പോൾ വലിയ മാർജിനിൽ ജയിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്, വലിയ മാർജിൻ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാൻ ആളല്ല. വളരെയധികം സന്തോഷം. താങ്ക് യു.